ഒരിക്കൽ ഈശ്വരഭക്തനായ ഒരാളിന് വിസ്മയകരമായൊരു സ്വപ്നമുണ്ടായി. അയാൾ ദൈവത്തോടൊപ്പം കടൽത്തീരത്തുകൂടി നടക്കുകയായിരുന്നു. ആ നടത്തം അയാൾ ആസ്വദിക്കുകയായിരുന്നെന്ന് അയാളുടെ മുഖത്തെ അലൗകിക സന്തോഷം വിളിച്ചോതി. ദൈവം അയാളോട് പറഞ്ഞു, "ഈ മണ്ണിലേക്ക് നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും ഇതിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്." ആ മനുഷ്യൻ അതിലേക്ക് ശ്രദ്ധാപൂർവ്വം നോക്കി. മണ്ണിൽ 2 ജോഡി കാൽപ്പാടുകൾ ദൃശ്യമായിരുന്നു. അയാൾ ദൈവത്തോട് അതിൻ്റെ കാരണം ആരാഞ്ഞു. ദൈവം പറഞ്ഞു, "അതിൽ 2 ജോഡി കാലുകൾ നിങ്ങളുടേതാണ്, മറ്റേത് എൻ്റേതും. നിങ്ങളുടെ ജനനം മുതൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു." ദൈവത്തിൻ്റെ വാക്കുകൾ ആ മനുഷ്യന് വലിയ സന്തോഷം നൽകി. തൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ശ്രദ്ധയ്ക്കും സംരക്ഷണത്തിനും വാത്സല്യത്തിനും അയാൾ നന്ദി പറഞ്ഞെങ്കിലും അത്ര ആശ്വാസമല്ലാത്ത ഒരു കാര്യം അയാൾ അവിടെ മനസ്സിലാക്കി. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ക്ലേശകരവും ദുരിതപൂർണവുമായ സന്ദർഭങ്ങളിൽ ഒറ്റ ജോഡി കാൽപ്പാടുകൾ മാത്രമേ കാണാനുള്ളൂ. തൻ്റെ പ്രയാസങ്ങളായ കാലത്ത് ദൈവം തന്നെ വിട്ടുപിരിഞ്ഞ് തന്നെ ഒറ്റയ്ക്കാക്കിയെന്ന ചിന്ത അയാളുടെ മനസ്സിനെ കുത്തിനോവിച്ചു. അത് അയാളുടെ മുഖത്തെ സന്തോഷവും സംതൃപ്തിയും മാഞ്ഞുപോയി. ഏതാനും നിമിഷം നിശബ്ദനായിരുന്ന അയാൾ ചോദിച്ചു, "അങ്ങ് എപ്പോഴും എന്നോട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ ഞാൻ ദുരിതത്തിലും വേദനയിലുമായിരുന്നപ്പോൾ അങ്ങ് എന്താണ് എന്നെ വിട്ടുപിരിഞ്ഞത്?" ഒരു നിമിഷം ആലോചിച്ച ശേഷം ദൈവം മറുപടി പറഞ്ഞു, "എൻ്റെ പ്രിയ മകനെ, നിന്നെ വിട്ടുപോകാൻ എനിക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചില സന്ദർഭങ്ങളിൽ 2 ജോഡി കാൽപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയാത്തത് എന്താണെന്ന് നിനക്ക് അറിയുമോ? ആ സന്ദർഭങ്ങളിലൊക്കെ നിന്നെ സംരക്ഷിക്കാനായി ഞാൻ നിന്നെ എൻ്റെ ചുമലിൽ വെച്ച് ചുമക്കുകയായിരുന്നു. മണ്ണിൽ കാണുന്ന ആ കാൽപ്പാടുകൾ അതിനാൽ എൻ്റേതാണ്, നിൻ്റെയല്ല." ഈശ്വരാനുഗ്രഹത്താൽ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നാൽ ദൈവത്തിൻ്റെ നന്മയിൽ വിശ്വാസം ഉറപ്പുണ്ടായിരിക്കുക എന്നാണ് അർത്ഥം. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ ഉടനീളം എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഈ ലോകത്തെ നിശ്ചയമായി ഈ സാഗരത്തോട് ഉപമിക്കാം. നിങ്ങളുടെ ജീവിതം ഒരു ചെറുവഞ്ചിയാണ്. കൊടുങ്കാറ്റും കോരിച്ചൊരിയുന്ന മഴയും വഞ്ചിയെ വല്ലാതെ ഉലച്ചേക്കാം.